ശാരദാമ്മേ. ആ കുറുപ്പ് സാറേ. ആ സാറേ, ശാരിക വന്നു എന്നറിഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? സുഖാ കുറുപ്പ് സാറേ. രാജീവ് എന്ത് പറയുന്നു? എന്നെ എപ്പ കണ്ടാലും സംസാരിക്കാതെ വിടില്ല. വലിയ കാര്യ. സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരാളാ. കൂടെ വന്നിട്ടില്ലേ? ഇല്ല, ആളിപ്പോ വിദേശത്താ. അറിവുള്ളവർക്ക് ലോകം മുഴുവൻ പറക്കാൻ പറ്റും. പറക്കട്ടെ, അതിന്റെ ഗുണവും നിങ്ങൾക്ക് അനുഭവിക്കാലോ. ഓ, അനുഭവം കൂടിയിട്ട് അവൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. സാറിന് ചായ വേണോ കാപ്പി വേണോ? ചായ ആയിക്കോട്ടെ. മധുരം ആ വഴിക്കേ പോകണ്ട കേട്ടോ. അതെനിക്കറിയാം. ആ, കായൽ തീരത്ത് നല്ല ജനക്കൂട്ടം. അതെന്താ കുറുപ്പ് സാറേ, വല്ല സിനിമ ഷൂട്ടിംഗ് കാര്യം വന്നോ? ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. ചെന്നു നോക്കിയപ്പോ ഒരു ചെറുപ്പക്കാരന്റെ ജഡം. അയ്യോ, എന്തായാലും ഗ്ലാസ് പൊട്ടിയില്ല. ഞാൻ വൃത്തിയാക്കിയോളാം അമ്മേ. കാലിൽ ചില്ല് തറയ്ക്കണ്ട. ഏതോ നല്ല വീട്ടിലെ പയ്യനാന്നാ തോന്നുന്നേ. പാന്റും ഷർട്ടുമാണ് വേഷം. ആരോ കൊന്നിട്ടാണെന്നൊക്കെയാ കൂടി നിൽക്കുന്നവര് പറയുന്നത്. പോലീസ് നായൊക്കെ വന്നിട്ടുണ്ട്. തലയില് എന്തോ കൊണ്ട് അടിച്ചതുപോലൊരു മുറിവുണ്ടെന്നാ കണ്ടവര് പറഞ്ഞത്. ഞാനടുത്തേക്കൊന്നും പോയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പണ്ടേ കഴിയില്ല. അത് പണ്ട് പഠിച്ചു നടക്കുമ്പോഴും അങ്ങനെ തന്നെയാ. അല്ല ശാരദാമ്മേ, ചായ? മോളെ, സാറിനൊരു ചായ കൊടുക്കാം. ശാരദാമ്മ പേടിച്ചുപോയി. ഇത്തരം വാർത്തകളൊന്നും കാണാനും കേൾക്കാനും പാവത്തിന് കഴിയില്ല. എന്തുപറ്റി? ശവം. ശവം? നസീറിന്റെ ശവം പൊങ്ങിയെന്ന് പോലീസ് നായൊക്കെ വന്നിട്ടുണ്ടെന്നാ പറയുന്നേ. അതിന് നീ എന്താ പേടിക്കുന്നേ? അത് ഇവിടേക്കൊരു പോലീസ് നായ ഓടിക്കറാൻ പോകുന്നില്ല. പിന്നെ ഇതാ നസീറിന്റെ ബോഡിയാന്ന് നിന്നോടാരാ പറഞ്ഞേ? അപ്പൊ പിന്നെ കായലിൽ പൊങ്ങിയ ബോഡി ആരുടേതാ? അത് വേറെ ആരുടെങ്കിലും ആയിരിക്കും. സത്യം പറ, നിങ്ങൾ ആ ബോഡി എന്താ ചെയ്തത്? ഓ, കായൽ ഒഴുക്കിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്തത്? കുഴിച്ചിട്ടോ? ശാരദ, അത് എനിക്കതൊന്നും അറിയണ്ട. നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് വേറൊന്ന് കേക്കണ്ടെന്ന്. അതെന്ത് ചെയ്തു പറ ഗോപാലേട്ടാ. ഗോപാലേട്ടാ, അത് പറയാതെ ഞാൻ എങ്ങോട്ടും പോവില്ല.